ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസമാണിന്ന്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 53-ാം വാക്യം. അന്നു മുതൽ അവർ ഈശോയെ വധിക്കാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഈശോയെ വധിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ചില കാര്യങ്ങൾ ആലോചിക്കുന്നതിനും പദ്ധതിയിടുന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷം. ഈശോയുടെ പ്രശസ്തി വലുതാകുന്നത് കണ്ട് ആളുകൾ അവൻ്റെ പിന്നാലെ പോകുന്നത് കണ്ട് അതിൽ അസൂയ പൂണ്ടവർ ഈശോയെ എങ്ങനെ ഒതുക്കി നിർത്താമെന്ന് ശ്രമിച്ചപ്പോൾ, എല്ലാവർക്കും വേണ്ടി ഒരാൾ മരിക്കുന്നത് നല്ലതാണ് എന്നൊരു സജഷൻ, ഒരു നിർദ്ദേശം അവരുടെ ഇടയിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് ശല്യമായി നിന്ന ഈശോയെ അങ്ങ് ഇല്ലാതാക്കാം എന്ന് അവർ തീരുമാനിക്കുന്നു. അവർക്ക് അവരുടേതായ ഒരു ന്യായമുണ്ട്. റോമാക്കാർ വന്നൊരു പക്ഷേ ഞങ്ങളെ ആക്രമിക്കും, ഇങ്ങനെ പോയാൽ അങ്ങനെ നമ്മുടെ വിശുദ്ധ സ്ഥലവും നമ്മളുമെല്ലാം ഇല്ലാതാവും. അവർക്ക് അവരുടേതായ ഒരു ന്യായീകരണമുണ്ട്, ഒരു റീസണുണ്ട്, അവരുടേതായ ഒരു ജസ്റ്റിഫിക്കേഷനുണ്ട്. അവർ അവരുടേതായ ചില ശരികൾക്ക് വേണ്ടി വലിയ ഒരു തെറ്റ് ചെയ്യുന്നു, ഈശോയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടേതായ ചിന്താഗതികളും നമ്മുടേതായ ശരികളും നമ്മുടേതായ നിലപാടുകളുമുണ്ട്. അത് ആത്യന്തികമായി ദൈവത്തിനെതിരാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ശരികൾ ദൈവത്തെ ഇല്ലാതാക്കുന്ന, ദൈവത്തെ താഴ്ത്തുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ശരികൾ പിന്നീട് നമുക്കൊരിക്കലും കയറി വരാൻ പറ്റാത്ത വലിയ കുഴികളാകുന്നു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ശരികൾക്കല്ല, ദൈവത്തിൻ്റെ ശരികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മനസ്സും ആലോചനയും രൂപപ്പെടുത്താൻ ദൈവം നമ്മളെ ഈ വലിയ ആഴ്ചയിൽ സഹായിക്കട്ടെ. ആമേൻ.